വെൽക്കം ബാക്ക് ടു യൂട്യൂബ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 2021 ഞാൻ ആദ്യ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് KTMൻ്റെ അഡ്വഞ്ചർ 390 ആണ്. ഒരു ഒരു ADV വണ്ടി, KTMൻ്റെ ഒരു പുലിക്കുട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കും പറഞ്ഞാൽ അഡ്വഞ്ചർ 390 പറ്റി എങ്ങനെ തുടങ്ങണം, എവിടുന്ന് പറയണമെന്നൊന്നും എനിക്കറിയത്തില്ല, എന്നാലും പറയാം. പിന്നെ ഈ വീഡിയോ ചെയ്യാൻ കുറേ കാരണങ്ങളുണ്ട്. ഞാൻ കുറേ വീഡിയോസൊക്കെ ഇടാൻ ലേറ്റ് ആയത് ഈ ഒരു വണ്ടി കിട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ഈ വണ്ടി ചില പ്രത്യേകതര സാഹചര്യങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഇച്ചിരി വൈകിപ്പോയി, എന്നാലും കിട്ടി. ഇതൊരു അടിപൊളി സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഈ വണ്ടിയായിട്ട് റിവ്യൂ ചെയ്യാൻ. ഇലവീഴ പൂഞ്ചിറയിലാണ് വന്നിരിക്കുന്നത്. കാരണം കുറേ റിവ്യൂസൊക്കെ ഞാൻ കണ്ടു, ഞാനും വേറെ റിവ്യൂസൊക്കെ കാണാറും ഇടയ്ക്ക് കോപ്പി അടിക്കാൻ ശ്രമിക്കാറൊക്കെ ഉണ്ട്. അതിലൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓഫ് റോഡിങ്ങിന് കൊള്ളില്ല, അല്ലെങ്കിൽ ഇത് ഓഫ് റോഡെന്ന് പറയുമ്പോൾ ഇച്ചിരി മണ്ണും പൊടിയൊക്കെ ഉള്ളതൊക്കെയാണ് ഓഫ് റോഡ്, അല്ലെങ്കിൽ കല്ലും കാട്ടിലൊന്നും കയറാൻ കൊള്ളില്ല എന്നൊക്കെ ചിലർ പറഞ്ഞു. പക്ഷേ അതൊക്കെ ഒന്ന് തിരുത്തി കുറിക്കാമെന്നൊരു ഇതിൻ്റെ ഓണറോട് പറഞ്ഞപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല, ഇത് ഏത് കാട്ടിലും കയറും, ഞാൻ കാണിച്ചു തരാമെന്ന് പുള്ളി പറഞ്ഞു. ആ ഒരു ക്ലിപ്പിങ്സൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട് കേട്ടോ, പുള്ളിയുടെ അഭ്യാസ പ്രകടനങ്ങളൊക്കെ. കാരണം ഈ ഒരു റോഡെന്ന് പറഞ്ഞാൽ ഫുള്ള് ഇവിടെ ടാറെന്ന് പറഞ്ഞ സാധനമില്ല, അത് വേറൊരു കാര്യം. പിന്നെ മണ്ണുണ്ടോയെന്ന് ചോദിച്ചാൽ മണ്ണിനെക്കാട്ടും കൂടുതൽ കല്ലാണ്. ഇവിടെയൊക്കെ ഈ വണ്ടി കയറി ഇത്രയും വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഓഫ് റോഡിങ്ങിന് എന്തുകൊണ്ടും കേപ്പബിളായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഈ വണ്ടിയെപ്പറ്റി പറയാനാണെങ്കിൽ അടുത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും വണ്ടി വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നത്തില്ല. നമ്മൾ ഒത്തിരി ക്ലോസ് ആയിട്ട് വന്ന് നോക്കുമ്പോൾ നല്ലൊരു ഫിറ്റും ഫിനിഷൊക്കെ ഉണ്ട് വണ്ടിക്ക്. സീറ്റാണെങ്കിലും നല്ല, ഞാൻ കുറേ നേരം എൻ്റെ ബാക്കിൽ നിന്നാണ് യാത്ര ചെയ്തത് കേട്ടോ. സീറ്റിങ്ങൊക്കെ നല്ല പക്കയാണ്. പിന്നെ കാണുന്ന പോലെയല്ല, കയറിയിരിക്കുമ്പോൾ എൻ്റെ ഒരു പൊക്കം എന്ന് പറയുമ്പോൾ 5.7 ആണ്. എനിക്കിപ്പം കാലൊന്നും നിലത്തങ്ങോട്ട് ശരിക്കും കുത്താൻ പറ്റുന്നില്ല. അത് ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ, വണ്ടിക്ക് ആ ഒരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നേ ഇല്ല. എന്തു പറഞ്ഞാലും വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ഒരു സീനില്ല. പിന്നെ വണ്ടിയുടെ എന്തൊക്കെ പറഞ്ഞ് എവിടെ നിന്നൊക്കെ തുടങ്ങണമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും പറയാം. 390cc എഞ്ചിനാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 43.5 PS പവർ തരുന്ന, ഒരു 900 RPM പവർ വരുന്ന ഒരു 390cc എഞ്ചിൻ. നമ്മുടെ RCയിലും ഡ്യൂക്കിലൊക്കെ കണ്ടിരുന്നതൊക്കെ ആ സെയിം എഞ്ചിനാണ്. പക്ഷേ ഒരു സാധനം കൊണ്ട് പലതരം കറികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞ പോലെ, അതിൻ്റെ കൂട്ട് വ്യത്യാസപ്പെടുമ്പോഴത്തേക്ക് അതിൻ്റെ സ്വഭാവവും അല്ലെങ്കിൽ അതിൻ്റെ രുചിയൊക്കെ മാറുമെന്ന് പറഞ്ഞ പോലെ RCയിലുള്ള ഒരു രുചിയും കൂട്ടുമല്ല, അതുപോലെ തന്നെ ഡ്യൂക്ക് 390യിലുള്ള അതല്ല. ഇതിലോട്ട് വരുമ്പോൾ വേറൊരു സെറ്റപ്പാണ്. ആ വണ്ടി അല്പം കൂടെ ഭയങ്കര ശാന്തനാണ്, ഒച്ചയില്ല വണ്ടിക്ക്, ഭയങ്കര ശബ്ദമൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. പിന്നെ ഒരു 37 Nm ടോർക്കാണ് വരുന്നത്, 7000 RPM. ഇന്ന് ഈ വണ്ടിക്ക് ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, അതുപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്, പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ട്, ABS ഉണ്ട്. പിന്നെ ABS ഒക്കെ ഓഫ് ആക്കാനും ഓൺ ആക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഞാൻ മീറ്റർ കാണിക്കാം. മീറ്റർ വരുന്നത് LCD ആണ്, നല്ല ക്ലാരിറ്റി ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. നമുക്കതിപ്പോൾ എന്ത് വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഈ സംഭവം നന്നായിട്ട് കാണാം. സാധാരണ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ ഒന്നും അങ്ങനെ കാണാൻ പറ്റുന്നതല്ല, പക്ഷേ ഇത് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സ്വിച്ചസ് ഉണ്ട്, ഈ സെറ്റ് എന്നുള്ള സ്വിച്ച് പിടിച്ച് വെക്കുമ്പോൾ നമുക്ക് കാണാം. മോട്ടോർ സൈക്കിൾ അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ABS ഉണ്ട്, അതിൽ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ഓഫ് റോഡ് പോകുമ്പോൾ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫ് ആക്കാം, ഓൺ ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ ABS ഓൺ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓഫ് റോഡ് പോകുമ്പോൾ. അപ്പോൾ നമുക്ക് ABS ഓഫ് ആക്കാനും ഓൺ ആക്കാനും ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ട്രാക്ഷൻ കൺട്രോളിന് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്വിക്ക് ഷിഫ്റ്റർ വർക്കാകുന്നത് ഒരു 2500 തൊട്ട് ഒരു 4000 മേലെ ഒരു RPM വർക്കാകുന്നത് ക്വിക്ക് ഷിഫ്റ്റർ. പിന്നെ ഇതിൻ്റെ ക്വിക്ക് ഷിഫ്റ്റർ അത്രയ്ക്കും ഒരു സ്മൂത്തല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ റൈഡ് ബൈ വേ ത്രോട്ടിലാണ് വരുന്നത്, ആക്സിലേറ്റർ കേബിളില്ല. നമുക്ക് കൊടുക്കുന്നതിനൊപ്പമുള്ള റെസ്പോൺസാണ് സാധനം തരുന്നത്, ഭയങ്കരമായ റെസ്പോൺസാണ്. പണ്ട് ആക്സിലേറ്റർ എന്ന് പറയുമ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കപ്പിയിട്ട് തൊട്ടിയെ വലിച്ച് കയറ്റി എടുക്കുന്ന ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ സാധാ വണ്ടിയിൽ. മറ്റേത് മോട്ടർ ഇടുമ്പോൾ പെട്ടെന്ന് വെള്ളം കയറി വരുന്നില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു സംവിധാനമാണ് ക്വിക്ക് ഷിഫ്റ്റ്. ഞാനൊരു വളരെ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞതാണ് സാധാ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി. സംഭവം ഭയങ്കര, അതാണ് ഞാൻ പറഞ്ഞത്, സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് തെളിയുന്ന പോലെയാണെന്ന് പറഞ്ഞത്. അത്രയ്ക്കും റെസ്പോൺസാണ്, കൈ കൊടുക്കുമ്പോഴേ ഉള്ള റെസ്പോൺസാണ്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ലിവർ 5 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഹെഡ്ലൈറ്റിൽ നല്ല മനോഹരമായ ഒരു DRL വരുന്നുണ്ട്. പിന്നെ LED ഹെഡ്ലൈറ്റാണ് വരുന്നത്. പിന്നെ എനിക്ക് ഈ വണ്ടിയിൽ പേഴ്സണലി ഇഷ്ടപ്പെടാതെ പോയത് ഈ ഒരു ഭാഗമാണ്. ഇവിടെ എന്തോ മെലിഞ്ഞ് കഴുത്ത് ഞെക്കി പിടിച്ച പോലെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ വണ്ടി ഇങ്ങനെ കാണുമ്പം ഇതിലിങ്ങനെ കാണുന്നതിനെക്കാട്ടും ഈ വണ്ടിക്ക് ലുക്ക് എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ വണ്ടി ഒരാൾ ഓടിച്ചു പോകുമ്പം, അല്ലെങ്കിൽ വണ്ടി എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരാൾ ഇതിൻ്റെ പുറത്ത് കയറി വരുന്ന കാണുമ്പോൾ ഭയങ്കര റേഞ്ചാണ്. ഞാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ട് വന്നപ്പോൾ എത്ര ആളുകളാണ് നോക്കുന്നറിയോ, ഭയങ്കര റേഞ്ച് എന്ന് പറഞ്ഞാൽ ആരാണെങ്കിലും നോക്കും. എല്ലാവരും ചോദിക്കുന്നത് ഏതാണ് വണ്ടി, എന്താണ് സംഭവം എന്നൊക്കെ. കാരണം ഭയങ്കര റേഞ്ചാണ് മറ്റൊരാൾ ഇത് ഓടിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇതിൻ്റെ പൊക്കത്തിരിക്കുമ്പോൾ ഭയങ്കര ഹൈറ്റാണ്. പിന്നെ ബാക്കിൽ വരുന്നത് ഒരു LED ടെയിൽ ലൈറ്റാണ് വരുന്നത്, 2 സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു LED ടെയിൽ ലൈറ്റ്. അതുപോലെ തന്നെ LED ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ABS വരുന്നുണ്ട്. പിന്നെ ഈ സൈലൻസർ നല്ല വീതിയുള്ളൊരു സൈലൻസറാണ്. പിന്നെ ടയർ നല്ല ഗ്രിപ്പുള്ള മോണോ ഗ്രിപ്പ് എന്ന് പറഞ്ഞ
ഏതാ മെട്രോ MRFൻ്റെ ഒരു ടയറാണ് വരുന്നത്. ബാക്കിലെ ടയറിൻ്റെ സൈസ് 130, 80, 17 സൈസാണ് ബാക്കിലെ വരുന്നത്. അതുപോലെ ഫ്രണ്ടിലെ ടയർ 100, 90, 19 എന്ന് പറഞ്ഞൊരു സൈസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഷോക്കിൻ്റെ ഈ ഒരു ട്രാവൽ അത്യാവശ്യം നല്ല ട്രാവലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുമ്പം എന്താ പറയുക, ബ്രേക്ക് പിടിക്കും, നല്ല സസ്പെൻഷൻ, നല്ല അടിപൊളി സസ്പെൻഷനാണ്. അപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പം വണ്ടി ഒരുപാട് അങ്ങോട്ട് താഴ്ന്നിട്ട് എങ്ങനെ പൊങ്ങി വരുന്നൊരു, അത് നമുക്ക് ആദ്യം ഓടിക്കുമ്പോൾ മനസ്സിലാവും. വണ്ടി ഒത്തിരി താഴ്ന്നുണ്ട്, മറ്റു വണ്ടിയെ പോലെയല്ല. അപ്പോൾ സസ്പെൻഷൻ നല്ലതാണ്. ഞാൻ ഈ ഓഫ് റോഡിൽ ഈ കാട്ടിക്കൂടെയും കല്ലിക്കൂടെയും കയറി വന്നിട്ടൊന്നും ഒരു സീനും ഇല്ല. വണ്ടി നല്ല സ്മൂത്തായിട്ടാണ് കയറി വരുന്നത്. പിന്നെ ഈ വണ്ടിക്ക് എന്താ പറയുക, റേഡിയേറ്റർ ഫാൻ 2 ഉണ്ട്. 2 റേഡിയേറ്റർ ഫാനുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഈ സൈഡിലൊരു ഫാനുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഒരു റേഡിയേറ്റർ ഫാനുണ്ട്. 2 സൈഡിലും ഓരോ റേഡിയേറ്റർ ഫാൻ. അപ്പോൾ കൂളിംഗ് നല്ലതാണ്. ഇത്രയും നേരം ഇത് കൈ കൊടുത്ത് ഇത്രയും മണ്ടയ്ക്ക് കയറി വന്നിട്ട് പോലും നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇവിടുന്ന് റോട്ടിൽ നിന്ന് ഇത്രയും മേളിൽ കയറി വന്നിട്ട് പോലും ഈ വണ്ടി ഫസ്റ്റ് സെക്കൻഡ് അങ്ങനത്തെ ഗിയറുകളിലൊക്കെ വന്നിട്ടും വണ്ടിക്ക് ഒരു ചൂടൊന്നുമില്ല കേട്ടോ, വലിയ ചൂടൊന്നുമില്ല. ഇതുകൊണ്ടോ എഞ്ചിനേലൊക്കെ സ്മൂത്തായിട്ട് പിടിക്കാം, ഒരു സീനുമില്ല. പിന്നെ നല്ല ഒരു എന്താ പറയുക, ക്രാഷ് കാർഡ് അത് കമ്പനി തന്നെ ഫിക്സ് ചെയ്ത് വരുന്നുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജാണ് കേട്ടോ. കാരണം ഈ സാധനം മറിഞ്ഞാൽ ഇത്ര തട്ടി നിന്നോളും, ഒരു സീനുമില്ല. പിന്നെ അലോയി ആണ് വരുന്നത്, കമ്പിയല്ല. ചിലർ പറഞ്ഞു ഇത് മറ്റേ കമ്പിയില്ല അലോയി ആയതുകൊണ്ട് എന്താ പറയുക, ഓഫ് റോഡൊന്നും അത്ര സെറ്റാകാൻ തോന്നുന്നില്ല എന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഓഫ് റോഡല്ല, ഇത് എതിലെയാണ് പോയെന്നൊക്കെ. കാരണം അത്രയ്ക്കും നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രാബ് റെയിൽ ബാക്കിലിരിക്കുന്നവന് ഒന്നുകൊണ്ടും പേടിക്കണ്ട, നല്ല അടിപൊളിയായിട്ട് പിടിക്കാം, നല്ല പിടുത്തം കിട്ടുന്നുണ്ട്. പിന്നെ സീറ്റ് നല്ല ഒരു രീതിയുള്ള സീറ്റാണ്, നല്ല സോഫ്റ്റാണ്, കുഴപ്പമില്ല. ഫ്രണ്ടിലെ സീറ്റ് നല്ല നീളമുണ്ട്, ഇച്ചിരി ഒതുങ്ങിയാണ്. അപ്പം നമുക്ക് ഏറ്റു നിന്ന് പോകുമ്പോൾ ഒന്നും ഒരു സീനില്ല. നമുക്ക് എന്താ പറയുക, ഇച്ചിരി കൂടെ ഗ്രിപ്പ് ടാങ്കിലോട്ടൊക്കെ ഇങ്ങനെ പിടിച്ച് ഹോൾഡ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ 15.5 ലിറ്റർ അല്ല 14.5 ലിറ്ററാണ് ടാങ്ക് കേട്ടോ, സോറി കേട്ടോ, 14.5. കമ്പനി പറയുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ 28 കിലോമീറ്ററാണ് കമ്പനി പറയുന്നതെങ്കിലും ഈ വണ്ടിക്ക് 19 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് കിട്ടത്തുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഇത്രയും പവറുള്ള 390 cc വണ്ടിയാണ്, 390 cc വണ്ടി. 390 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 373 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എഞ്ചിനേലെല്ലാം വണ്ടിയുടെ സൈഡിൽ കൊത്തി വെച്ചിട്ടുണ്ട്. 373 cc ആണ് വണ്ടി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഡൊമിനാർ, RC, അതുപോലെ ഡ്യൂക്ക് എല്ലാം സെയിം എഞ്ചിൻ തന്നെ. ഞാൻ പറഞ്ഞില്ലേ, പല കറികളുണ്ടാക്കുന്ന ഒരു ഐറ്റം വെച്ച് എന്ന് പറഞ്ഞല്ലോ ട്യൂണിങ്. പിന്നെ ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജർ വരുന്നുണ്ട്, മൊബൈൽ ചാർജർ. അത് USB ടൈപ്പ് അല്ല, ഈ മറ്റേ കൂടി സാധനം. പിന്നെ ഈ സീറ്റൊക്കെ വലിക്കുന്നവർക്കാണെങ്കിൽ ഇവിടെ കുത്തിയിട്ട് ആ സാധനം ഇങ്ങനെ പഴിപ്പിച്ചെടുക്കാം. എല്ലാ സൗകര്യവും വണ്ടി തരുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ നല്ല വൈഡാണ്. ഹാൻഡിലിന് ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ, ലിവർ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്, കണ്ണാടി ഇത്രയും വലിയ വണ്ടിക്ക് ഒരു ചെറിയ കണ്ണാടിയാണ്, നല്ല ഒരു വിസിബിലിറ്റി ഇതിൽ കൂടെ കിട്ടുന്നില്ല. ഒരു സാധാ വണ്ടിയിൽ വന്ന ഡ്യൂക്കിലൊക്കെ കണ്ടേക്കൊണ്ട് കൊച്ചു കണ്ണാടിയാണ്, ഒരു വലിയൊരു വിസിബിലിറ്റി ഒന്നും ഇത് തരുന്നില്ല. എന്നാലും കുഴപ്പമില്ല. പിന്നെ ലൈറ്റ് നല്ല വെട്ടം തരുന്നുണ്ട്. പിന്നെ ഈ ഒരു സാധനം വേണ്ടായിരുന്നു തോന്നുന്നു, കാരണം ഹെഡിൻ്റെ താഴെ കൊണ്ടൊന്നും ഈ നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കേണ്ടായിരുന്നു. ഇത് ഊരിക്കളയാനാണ് കേട്ടോ സെപ്പറേറ്റ്. ഇതിവിടെ വേണ്ടായിരുന്നു, ഇത് മുകളിലായിരുന്നു ഇച്ചിരി ഇവിടെ നല്ലായിരുന്നു തോന്നുന്നു. പിന്നെ ഈ വണ്ടിക്ക് ഒരുപാട് ആക്സസറീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ എക്സ്ട്രാ. അതിൻ്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് തോന്നില്ല കേട്ടോ. ഇതിന് അല്ല തന്നെ കമ്പനി സെറ്റായിട്ടാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഈ ഒരു ഫുഡ് പെഡലാണെങ്കിലും നല്ല വീതിയുള്ളതാണ്, നല്ല ഗ്രിപ്പുള്ള ഒരു ഫുഡ് പെഡലാണ് റൈഡറുടെ. അതുപോലെ ബാക്കിലാണെങ്കിലും നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. സീറ്റ് നല്ല നീളമുള്ളതാണ്. പിന്നെ എന്താ പറയുക, ഇതൊക്കെയാണ് ഈ വണ്ടി. അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അഡ്വഞ്ചറാണ്, അതുപോലെ ടൂററാണ്, ഓൺ റോഡ് ഓഫ് റോഡ് എല്ലാം ചെയ്യാം. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന MRFൻ്റെ ടയർ ഇത്തിരി ശോകമാണ്. കാരണം ഒരു എന്താ പറയുക, ടയർ വലിയ സുഖമില്ല. വേറൊരു നല്ല ടയർ വാങ്ങിച്ചിട്ടാൽ ഇത്തിരി കൂടെ ബെറ്റർ ആവും. പിന്നെ ഇത്രയും വന്നിട്ടും ഈ വണ്ടിയുടെ അടിയൊന്നും തട്ടിയിട്ടില്ല കേട്ടോ. ഉണ്ട്, ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, അതിൻ്റെ അളവ് ഞാൻ കാണാൻ പഠിച്ചിട്ടില്ല. ഒരു ഇത്രത്തോളം നല്ല ഇതുണ്ട്. ഈ പാറയും മണ്ണും ഈ റോഡ് കണ്ടാൽ തന്നെ അറിയാം. കണ്ടോ, നല്ല ഹൈറ്റാണ്. ഇതിൻ്റെ അങ്ങ് മണ്ടയ്ക്ക് കാണുന്നതാണ് പോലീസിൻ്റെ വൈറൽ സ്റ്റേഷൻ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ എല്ലാം പാറയും കാടൊക്കെയാണ്. അപ്പോൾ ഇതിലെ കൂടെ തന്നെ ഓടിക്കാൻ പറ്റിയൊരു അടിപൊളി വണ്ടിയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങൾ കുറച്ച് വണ്ടി ഓടിച്ചുകൊണ്ടും വണ്ടി ഓടിക്കാതെയൊക്കെ ആയിട്ട് പറയാം. ഓക്കെ, അപ്പം ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. അപ്പോൾ വണ്ടിയിലോട്ട് കയറാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു കേട്ടോ, നമ്മുടെ ഈ വണ്ടിയുടെ എന്താ പറയുക, ട്രാക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം വണ്ടി ഓഫ് ആകുമ്പോൾ വീണ്ടും ഓണാവും, ഓട്ടോമാറ്റിക്കലി ഓണാവും. പിന്നെ നമ്മൾ ഓഫാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എൻ്റെ കാല് നിലത്തെത്തുന്നില്ലല്ലോ ദൈവമേ. വണ്ടി ഓണർ കയറൂ, വണ്ടി ഓണർ എൻ്റെ കൂടെ ഉണ്ട്, കയറൂ. ഞങ്ങൾ 2 പേരാണ് കേട്ടോ കയറുന്നത്. എന്നിട്ട് ഈ വണ്ടി പുട്ടുപോലെ കയറി വന്നു. ഞാൻ ഇവനെ വിളിച്ചുകൊണ്ട് വന്നത്, ഞാനിതെങ്ങാനും മറിച്ചിട്ടിട്ട്, അയ്യോ ഇതെങ്ങാനും മറിച്ചിട്ടിട്ടേ ഇനി സീനുണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇവനാകുമ്പോൾ എങ്ങനെയെങ്കിലും ഓഫ് റോഡ് പോകണമെന്ന് പറയുന്നവൻ. കയറൂ വണ്ടി ഓണർ. വണ്ടി ഓണർ നമുക്ക് വേണ്ടി ട്രാക്ഷൻ കൺട്രോൾ ഓഫാക്കി തരികയാണ്. ക്ലോസ് ത്രോട്ടിൽ ഓഫാകുന്നില്ലല്ലോ. ഞാൻ ഓഫാക്കണം.
ഓഫാക്കാം. ഓഫായിട്ടുണ്ട്. കയറൂ. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഓഫായിട്ടുണ്ട്. ട്രാക്ഷൻ ഓഫാക്കാനാണ് ഇത്തിരി ചടങ്ങ്. ഇപ്പോൾ 2 പേര് നിന്നിട്ടും വണ്ടി നല്ല പുട്ട് പോലെയാണ് കയറി പോകുന്നത്. വണ്ടി നിന്ന് പോയി. വണ്ടി ഓണർ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു യൂട്യൂബർ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും. വലിയ പരിചയമൊന്നും ഇല്ലേ? എക്സ്പീരിയൻസ് ഒന്നും ഇല്ലേ? വലിയ പരിചയമില്ലേ? സംഭവം നല്ല കാട്ടിക്കൂടെയൊക്കെയാണ് കയറി പോകുന്നത്. പുതിയ വണ്ടി ആയതുകൊണ്ടാണ് കേട്ടോ പേടി. തോട് വണ്ടി ഒരു സീനും ഇല്ല. എനിക്ക് പൊക്കക്കുറവിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാത്ത ഓടിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നല്ലതായിട്ട് ത്രോട്ടിൽ കൊടുത്തിട്ട് വേണം എടുക്കാൻ. ആണ്ട പോകുന്നു. വണ്ടി ഓണർ വണ്ടി ഓടിക്കുന്നോ? വണ്ടി ഓണർക്ക് വണ്ടി കൈമാറിയാണ്. എൻ്റെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓണർ ഇതുകൊണ്ട് പോകുന്ന പരിപാടി ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഒരു മിനിറ്റ്. ന്യൂട്രലിലോട്ട് ഇടുന്നില്ലല്ലോ. ന്യൂട്രൽ വീണിരിക്കുകയാണ്. സ്റ്റാൻഡിലോട്ട് ഇട്ടിരിക്കുകയാണ്. സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞു. വണ്ടി ഓണർ വണ്ടി എടുക്കൂ. വണ്ടി ഓണറുടെ കളികൾ ഇനി കാണാം. പുറകെ കയറിയിരിക്കാം. സൈഡിൽ കൂടെ നോക്കാം. ഈ സൈഡിൽ കൂടെ നോക്കാം. എന്നെ എൻ്റെ പ്രേക്ഷകരെയും കാണിക്കൂ. യെസ്, വി ആർ റെഡി. അയ്യോ, അവനവൻ്റെ വണ്ടിയാകുമ്പോൾ എന്ത് വേണേലും കാണിക്കാമല്ലോ. ഇത്തിരി പയ്യെ പോകാമോ സഹോദര? അവിടെ നിന്നൊരു ജീപ്പ് വരുന്നുണ്ട്. നമ്മൾ ജീപ്പിൻ്റെ അടി പോവോ? നല്ലതായിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സീനില്ല കേട്ടോ. പുട്ടുപോലെ കയറിപ്പോകും. പക്ഷേ എനിക്ക് ഇവൻ്റെ വണ്ടിയാണ്, പുത്തൻ വണ്ടിയാണ്. എനിക്കതിൻ്റേതായ ഒരു പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയധികം കൈ കൊടുക്കായിരുന്നു. ഈ ജീപ്പിൻ്റെ അടി പോകുന്നത് തോന്നുന്നു. പയ്യപ്പോ കൊല്ലല്ലേ. ഓ, ഞാൻ കുറച്ചു നേരം ക്യാമറ ഓഫ് ആക്കാണ്. പൊക്കത്തെത്തുമ്പം ജീവനുണ്ടെങ്കിൽ ഞാൻ ബാക്കി പറയാം. അങ്ങനെ വണ്ടിയായിട്ട് നമ്മൾ ഒരു ഹിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ട്. എടാ നീ ഇച്ചിരി ഉറക്കപ്പെടണം കേട്ടോ. മൈക്കിൻ്റെ അകത്തായിരിക്കുന്നത്. നമുക്ക് ഈ വണ്ടിയുടെ ഒരു എക്സ്പീരിയൻസ് ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിക്കാം. ഇവൻ ഒരു ബിഗിനറാണ്. ഇതിന് മുമ്പുള്ള വണ്ടി ഏതായിരുന്നടാ? എനിക്ക് പണ്ട് തൊട്ടേ ഓഫ് റോഡിനോടാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ആദ്യം ഹിമാലയൻ ബുക്ക് ചെയ്തു. ഹിമാലയൻ ഡിലേ ആയി. ഹിമാലയൻ 6 മാസം ഡിലേ ആണെന്ന് പറഞ്ഞു. ഹിമാലയനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പയിൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഹിമാലയൻ എന്ന് പറയുമ്പോഴത്തേക്കും 2.44 ലാക്കേ ഉള്ളൂ ഹിമാലയന്. ബട്ട് ഇതെന്ന് പറയുമ്പോഴത്തേക്കും 3.98 ലാക്ക് ആവും വരുമ്പം. അതും ഇതും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തുകൊണ്ടും ബിഗിനറിന് നോക്കിയിട്ട് പറ്റിയിട്ട് കാര്യമില്ല, നോക്കിക്കഴിഞ്ഞാൽ കാര്യമില്ല. പക്ഷേ എന്തുകൊണ്ടും നമുക്ക് വേർത്തായിട്ടുള്ള ഒരു വണ്ടിയാണിത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ക്വിക്ക് ഷിഫ്റ്റർ വന്നിട്ടുണ്ട്, ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട്, കോർണറിങ് ABS വന്നിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോഴത്തേക്കും ഓഫ് റോഡ് ഓൺ റോഡ് ABS ഉണ്ട്. പവർ തന്നെ ഒന്ന് നോക്ക് ബ്രോ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് റോട്ടിൽ തന്നെ അടിക്കുമ്പോഴത്തേക്കും ഒരു 60 ഒരു 50 വരെ ആ ത്രോട്ടിൽ അടിക്കുന്നത് ഫസ്റ്റ് ത്രോട്ടിൽ. സെക്കൻഡ് തേർഡ് ഇങ്ങനെ നമുക്ക് ക്വിക്ക് ഷിഫ്റ്റർ ഉണ്ടല്ലോ. ഒരു 3000 RPM കയറി കഴിയുമ്പോഴത്തേക്കും ക്വിക്ക് ഷിഫ്റ്റർ വർക്കാക്കാം. എന്തുകൊണ്ട് നമുക്ക് ക്ലച്ച് പിടിക്കേണ്ട ഒരു കാര്യമില്ല പ്രോഗത്തിൽ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും WPയുടെ സസ്പെൻഷനാണ് വരുന്നത്. മികച്ച ഒരു വണ്ടിയാണ്. മികച്ച നമുക്ക് എന്തുകൊണ്ട് നമുക്കിപ്പോൾ ഹൈറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 6 ഫീറ്റ് ആളൊക്കെ പറ്റുള്ളൂ. 6 ഫീറ്റ് ഓക്കെ കാലെത്തും. ഇനി 5.5 ആണെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റാൻഡ് വെച്ചിട്ട് ജസ്റ്റ് സ്റ്റാൻഡ് വെക്കുക. ആദ്യം കയറി ഇങ്ങനെ നിൽക്കുക, നിന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വണ്ടി എടുക്കുക. അതേ പറ്റുള്ളൂ. കാലെത്തിയില്ലെങ്കിൽ പ്രശ്നമാണ്. കാര്യം ഓവർ വെയിറ്റ് ഉണ്ട് കാര്യങ്ങൾ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കണ്ടീഷനാണ്. ഞാനൊരു ബിഗിനർ എന്ന നിലയിൽ ഞാനിപ്പോൾ പോയി ഒരു ഒന്ന് ഓഫ് റോഡ് അടിച്ച സമയത്ത് അതുപോലെ നമുക്ക് ആദ്യമൊന്നും വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ് പക്ക ഓഫ് റോഡിങ്ങിന് പറ്റിയ വണ്ടിയാണ്. ഇപ്പോൾ തന്നെ കണ്ടല്ലോ, നമ്മളിപ്പം ഇഴുവലപ്പൂഞ്ചിറ എന്ന് പറഞ്ഞ സ്പോട്ടിലാണ് നിൽക്കുന്നത്. ഇതുവരെ നമ്മൾ ഇത്ര ഓഫ് റോഡ് വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇതുവരെ വണ്ടി നിന്ന് പോയിട്ടില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൈ കൺട്രോളാണ് വണ്ടി എപ്പോഴും നമ്മുടെ കയ്യിൽ. അതേപോലെ തന്നെ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും പവറുണ്ട്. പിന്നെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എതുവഴി വേണമല്ലോ, കാടാണേ കാട്, മലയാണേ മല, കുന്നാണേ കുന്ന്, എതുവഴി വേണമല്ലോ വണ്ടി കൊണ്ടുപോകാം. എടാ പിന്നെ ഈ വൈസർ അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലേ ഞാൻ പറയാൻ വിട്ടു. അഡ്ജസ്റ്റ് ചെയ്യാം നമുക്കിപ്പോൾ എല്ലാം കീയോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം കീ ഇടുക, വൈസർ മുകളിലോട്ടാക്കാല്ലേ. ഇപ്പോൾ നമ്മുടെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ മുഖത്തേക്ക്
കാറ്റടിക്കേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വൈസർ ഇത് കണ്ടോ, വൈസർ ഇത്രയുണ്ട്, ഇവിടെ നമുക്ക് മുകളിലേക്ക് ആക്കാം, എന്നിട്ട് ലോക്ക് ചെയ്തിടാം. എന്തുകൊണ്ടും പറയുന്നത്, നമുക്കിപ്പം വണ്ടി ഒരു സേഫ്, നമ്മുടെ കൈ കൺട്രോൾ ഉണ്ട് വണ്ടിയുടെ. നീ ഹിമാലയൻ എടുക്കാൻ ഇരുന്നിട്ട് അത് മാറ്റി ഇത് എടുത്തതിൽ നിനക്ക് കുറ്റബോധം വല്ലതും ഉണ്ടോ? ഹിമാലയൻ കാര്യം ട്രാക്ഷൻ കൺട്രോൾ അല്ല, ടയറിലൊരു പിടുത്തം വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു 120 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു വളവോ കാര്യങ്ങളോ വന്നെങ്കിൽ ABS കോർണറിങ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല, ക്വിക്ക് ഷിഫ്റ്റർ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഹിമാലയൻ എന്ന് പറയുമ്പോൾ ഓക്കെ ഓൾ പർപ്പസ് ടൂറിങ് വണ്ടിയാണ്. ഓഫ് റോഡിങ് ഉണ്ട്, ഓൺ റോഡ് ഉണ്ട്, ടൂറിങ് വണ്ടിയാണ്. ഇതും ടൂറിങ് വണ്ടിയാണ്. പക്ഷേ ഇതും അതും കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും മണിക്ക് വേർത്തായിട്ട് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 4 lakh rupees ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഈ വണ്ടി എടുക്കാനേ ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം വെച്ച് ഞാൻ അതേ പറയുള്ളൂ. അതില്ല, ഇനിയിപ്പോൾ 4 lakh ഇല്ല, 3 lakh 2.5 lakh ഉള്ളെങ്കിൽ ഹിമാലയൻ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതും ഇല്ല എന്നുണ്ടെങ്കിൽ 1 lakh rupees 135 എക്സ്പേർട്സ് കിട്ടും. ഞാൻ 3 ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി, എനിക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെട്ട ഈ വണ്ടി തന്നെ. ഇത് കാര്യം പറയുമ്പോഴത്തേക്കും നമുക്ക് പവർ ഉണ്ട്. ഇപ്പം നമുക്ക് ഇവിടുന്ന് ചാടിക്കണം, അത്രേ ഉള്ളൂ. ഇതാണ് ഇവൻ്റെ മൈൻഡ്. ഇവൻ വണ്ടി എടുത്തപ്പോൾ തൊട്ട് മാട്ടേന്ന് ചാടിയാണ് പരിപാടി. മാട്ടേന്ന് ചാടിക്കുക. വന്നപ്പോഴേ എന്നോട് ചോദിച്ചത് ഏത് മാട്ടേന്നാണ് ചാടിക്കേണ്ടതെന്നൊക്കെയാണ് ചോദിച്ചത്. പുള്ളിക്ക് കല്ലും മണ്ണും കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ബിഗിനർക്ക് പറ്റുമെന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പുള്ളി ഒരു ബിഗിനറാണ്. കാരണം നിങ്ങൾ പറഞ്ഞല്ലോ, പുള്ളി ഒരു ഡിസ്കവർ 125 അല്ലടാ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നവനാണ്. എന്നിട്ട് അവൻ പെട്ടെന്ന് എടുത്ത്, ഇവനൊരു സീനും ഇല്ല, ഇവനിത് പുഷ്പം കൊണ്ടുവന്ന പോലെ കൊണ്ടുവന്നത്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ബിഗിനർക്ക് പറ്റും, ഓഫ് റോഡിന് പറ്റും. പറ്റത്തില്ല എന്ന് പറയുന്നവരോടുള്ള എൻ്റെ ഒരു മറുപടിയാണ്, ഇത് എല്ലാത്തിനും പറ്റും. അത് ഓടിക്കാൻ എന്താ പറയുക, ആ ഒരു മനസ്സുണ്ടായാൽ മതി. എന്തിനും വേണ്ട ഒരു മനസ്സുണ്ടായാൽ മതി. പുള്ളി അടുത്ത മാട്ടേ കയറ്റാനുള്ള കല്ലും മണ്ണൊക്കെ സെറ്റാക്കുമെന്നാണ് തോന്നുന്നത്. ഇനി കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്തടുത്ത് പറയാം. ഇതിൻ്റെ മണ്ടയ്ക്ക് വരെ ചെല്ലണം, ഇച്ചിരി ദൂരമുണ്ട്. അപ്പോൾ കാണാം. വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ മുകളിലെത്തിയിരിക്കുകയാണ്. നമ്മൾ ട്രാവൽ ചെയ്തത് ഇലവീഴ പൂഞ്ചിറയുടെ അങ്ങ് ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇത് അവിടെയാണ് നമ്മുടെ പോലീസിൻ്റെ വൈറൽ സ്റ്റേഷൻ ഉള്ളത്. അങ്ങ് മണ്ടയ്ക്ക് കാണാം. ഹെവി സ്ഥലം എന്ന് പറഞ്ഞാൽ ഹെവി സ്ഥലമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിപ്പോൾ ഒരു 3-4 കിലോമീറ്റർ ഈ ഓഫ് റോഡ് തന്നെയായിരുന്നു. ഇത് ഇത്രയും കയറി വന്നിട്ടും നമ്മുടെ വണ്ടിക്ക് ഒരു സീനില്ല, ഒരു ചൂടോ ഒരു സംഭവമില്ല. ഇത് ഓഫ് റോഡ് പോകാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞവൻ ഏതവനാണോ, എനിക്ക് അവനെ ഒന്ന് കാണണം. ഇതുണ്ടോ എഞ്ചിനേലൊക്കെ പിടിച്ചു, വലിയ ചൂടൊന്നുമില്ല കേട്ടോ. സാധാരണ ഇങ്ങനെ ഇത്രയും കയറുന്ന വണ്ടിയുടെ എഞ്ചിനിൽ ശരിക്കും പറഞ്ഞാൽ തൊടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സീനുമില്ല, വണ്ടി ഹീറ്റൊന്നും ആവുന്നില്ല. പുഷ്പം പോലെ കയറി വന്നത്. വഴി കാണിച്ചു തരാം, ഒന്നുകൂടെ വേണമെങ്കിൽ ആ കയറി വന്ന വഴി കാണിച്ചു തരാം. ഇതുണ്ട്, ഇത് ചെറുതാണ് കേട്ടോ. ഇത് എല്ലായിടവും ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ക്യാമറയൊന്നും കയ്യിൽ നിൽക്കുന്നില്ലായിരുന്നു. ക്യാമറ എന്ന് പറഞ്ഞാൽ ഫോണാണല്ലോ, ഇതൊക്കെ തെറിച്ച് പോകുമായിരുന്നു. കാരണം അത്രയ്ക്കും നല്ല എന്താ പറയുക, പാറയുടെ മേളിൽ നിന്ന് അടുത്ത പാറയിലോട്ടൊക്കെ കയറിയാണ് വന്നുകൊണ്ടിരുന്നത്. എന്നിട്ടും ഒരു സീനില്ലായിരുന്നു. അങ്ങനെ വന്നത് ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. ഇതിൻ്റെ പൊക്കത്ത് വന്നപ്പോഴത്തേക്കും ഒരു ചെറിയ കട കാണുന്നുണ്ട്. വണ്ടി മാത്രമല്ല, കടയും കൂടെ കാണിക്കാം. ഇവിടെ കട്ടൻ ചായ ഉണ്ടെന്നാണ് പറഞ്ഞത്. കട്ടൻ ചായ കുടിക്കാനുള്ള സെറ്റപ്പിലോട്ടാണ് പോകുന്നത്. ചെറിയൊരു കടയുണ്ട്. ചേട്ടൻ കട്ടൻ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചായ വരട്ടെ, ചായ വരുമ്പോൾ ചായയുടെ വിശേഷങ്ങൾ കാണിക്കാം. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ എന്നുള്ള പേരെന്നായിരുന്നു? എത്ര നാളായി ഇവിടെ? 2 വർഷമായിട്ട് ഇവിടെ. അപ്പോൾ സാധനമൊക്കെ വാങ്ങിക്കാൻ അത്രയും താഴെ വരെ പോകണമല്ലേ? വേണ്ട സമയത്ത് വേണ്ടതുപോലെ ജീപ്പ് ഉണ്ടല്ലേ? നമുക്കറിയാം. ഡാൻസും പാട്ടുകളൊക്കെ ആണ്. അങ്ങനെ നമ്മുടെ കട്ടൻ ചായ കിട്ടിയിരിക്കുകയാണ്. കട്ടൻ ചായ ഡ്യൂക്ക്, കട്ടൻ ചായ തന്ന ചേട്ടൻ്റെ കട. പിന്നെ അഡ്വഞ്ചർ, ഇത് പപ്പടപ്പോളി കാണിക്കും. പപ്പടപ്പോളി, കട്ടൻ ചായ, പപ്പടപ്പോളി, അന്തസ്, ഇലവീഴ പൂഞ്ചിറ, വൈബ്, ഓഫ് റോഡ്. അങ്ങനെ കാണിച്ചേ. ഓക്കെ, പൊളി. അങ്ങനെ
ലാസ്റ്റ് നമ്മുടെ യാത്ര എന്താ പറയുക റിവ്യൂ ആയിരുന്നു, അത് യാത്രയായി മാറിയതാണ്. അഡ്വഞ്ചർ 390യുടെ ഈ റിവ്യൂ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഒരുപാട് ലെങ്ത് ആവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ നമ്മൾ ഹിൽ ടോപ്പിൽ എത്തിയിട്ടുണ്ട്, ഇലവീഴ പൂഞ്ചിരയുടെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെയാണ് മറ്റേ ജീപ്പ് സർവീസിൻ്റെ ജീപ്പുകളൊക്കെ കിടക്കുന്നത് കാണാം. അങ്ങേറ്റത്തൊരു ഹാർലി ഡേവിഡ്സൺ ഇരിപ്പുണ്ട് കേട്ടോ, ആരുടെയാണെന്നറിയില്ല. ഇതിൻ്റെ മണ്ടയ്ക്ക് എന്നാലും അത് കയറിയിട്ടുണ്ട്. 750 എന്നൊക്കെ എത്തി എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അടിപൊളി സ്ഥലമാണ്. നമ്മുടെ 390 ഒരു സീനും കൂടാതെ ഇവിടം വരെ കയറി. ഇപ്പോഴും വണ്ടി ഹീറ്റായിട്ടില്ല, വണ്ടിക്ക് ചൂടില്ല, ഒരു സീനില്ല. വണ്ടിയുടെ എൻജിൻ പക്കയാണ്. എന്താ പറയുന്നത്, ഓഫ് റോഡ് പോകത്തില്ല എന്ന് പറഞ്ഞവർക്കുള്ളൊരു മറുപടിയാണ് കേട്ടോ ഈ വീഡിയോ. വണ്ടിക്ക് ഒരു ചൂടുമില്ല, ഒരു സീനും ഇല്ല, നൈസായിട്ട് തന്നെ നിൽക്കുന്നത്. ഇത്രയും ഒരു ഇവിടം വരെ 5-6 കിലോമീറ്റർ ഫുള്ള് ഫസ്റ്റ് സെക്കൻഡ് തന്നെ കയറി വന്ന വണ്ടിയാണ്. ഒരു സീനും കൂടാതെ ഇവിടം വരെ വന്നിട്ടുണ്ട്. ഇത്രയും ഹൈറ്റ് വന്നിട്ടും വണ്ടിക്ക് ഒരു സീനും ഇല്ല. വണ്ടി എന്താ പറയുക, ഞാൻ വലിയ സെറ്റപ്പായി നിങ്ങൾ കണ്ടു കാണുമല്ലോ. എൻ്റെ ഓടിയിൽ അത്ര വലിയ സെറ്റപ്പല്ലായിരുന്നു. കാരണം ഞാൻ ഈ വണ്ടി അധികം ഓടിച്ചിട്ടില്ല. പിന്നെ എനിക്ക് നല്ലൊരു പേടിയുണ്ട്, പുത്തൻ വണ്ടിയാണ്. ഇതുകൊണ്ട് മറിച്ചിട്ട് കഴിഞ്ഞ് ഇത് പണിത് കൊടുക്കാനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അധികം വലിയ എൻ്റെ അഭ്യാസങ്ങളൊന്നും കാണിക്കാതെ. അവൻ എൻ്റെ ഓണർ ഓടിക്കുമ്പോൾ പിന്നെ സീനില്ല, അവനാകുമ്പോൾ യൂസ്ഡ് ആണ്, അവന് കറക്റ്റാണ്. അവൻ നല്ല ചുമ്മാ സൈക്കിൾ കൊണ്ടുവരുന്ന പോലെ സിമ്പിളായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം വണ്ടിയെ പറ്റിയെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, റിപ്ലൈ തരാം. പിന്നെ വണ്ടിയുടെ വിലയും കാര്യങ്ങളും, മാസടവ്, EMI എല്ലാം കമൻറ്റ് ബോക്സിൽ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതിയിടുന്നതായിരിക്കും. അപ്പം എന്താ പറയുക, എങ്ങനെ പറഞ്ഞാൽ ഇത് ഓൺ റോഡ് ഓഫ് റോഡ് എല്ലാത്തിലും തികഞ്ഞ ഒരു അഡ്വഞ്ചർ വണ്ടിയാണ്. അഡ്വഞ്ചർ 390 BS6 ആണ് നമ്മളിന്ന് റിവ്യൂ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ സ്നേഹം തരാനൊന്നും മറക്കില്ല. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരയ്ക്കും ടാറ്റാ, ബൈ ബൈ. ചേട്ടൻ എങ്ങനെയാ ചേട്ടാ ഇതിൻ്റെ മണ്ടയ്ക്ക് വരെ കയറി വന്നേ? പാടുണ്ടായിരുന്നോ കയറി വരെ? ഇങ്ങനെ തെന്നി നിൽക്കുന്നുണ്ടായിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് വലിയ അഡ്വഞ്ചർ ടൂറിന് കയറുന്ന കയറത്തില്ല. അല്ല ബെൽറ്റ് അല്ലേ വണ്ടി, സസ്പെൻഷൻ പൊക്കി ഇടായിരുന്നു, പക്ഷെ ഞാൻ പൊക്കി ഇട്ടില്ല. അത് മാനുവലി അല്ലേ ചെയ്യുന്നത്? മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ യൂട്യൂബിലൊരു ചെറിയ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഇത് ഏതാ മോഡൽ? ഇത് 750. 750. എവിടെയാ വീട്? എൻ്റെ വീട് കോട്ടയം. കോട്ടയോ? ഞങ്ങൾ കോട്ടയംകാരാ. പാമ്പാടി. നിങ്ങളെവിടെയാ? ഞങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ പൈപ്പാറ്, പാല. ഓക്കെ ശരി, ടാറ്റ.